പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞ് ജെ സുധാകരൻ. ബാലറ്റ് തുറന്നു നോക്കിയിട്ടില്ലെന്നും തിരുത്തിയിട്ടില്ലെന്നും സുധാകരൻ. അങ്ങനെ സംഭവിച്ചിട്ടില്ല, പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവന കൂട്ടി പറഞ്ഞതാണ്. കള്ളവോട്ട് ചെയ്തിട്ടില്ല, ചെയ്യിപ്പിച്ചിട്ടുമില്ലെന്നും സുധാകരൻ. ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോസ്റ്റൽ ബാലറ്റ് ഇലക്ഷൻ ഡ്യൂട്ടിയുള്ളവരേ ഉള്ളൂ പോസ്റ്റൽ ബാലറ്റ്, അല്ലാത്തവർക്ക് നേരിട്ട് വരും. അവർ വോട്ട് ചെയ്ത് നമ്മുടെ ആഫീസിലൊക്കെ കൊണ്ട് തരുന്നുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്കല്ല വോട്ട് ചെയ്തേക്കുന്നത്. ചിലത് എന്താണ് അതൊന്ന് പറഞ്ഞേക്കണമെന്ന് പറയുന്നത്. ഞാനപ്പോൾ പൊതുവെ പറഞ്ഞതാണ്. ഞാൻ ആ പറഞ്ഞ കൂട്ടത്തിൽ ലേശം ഭാവനയും കലർത്തി പറഞ്ഞു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ പാർട്ടി മിസ്റ്റങ്ങ് ഒരു ബാലറ്റും തുറന്ന് നോക്കിയിട്ടില്ല, ഒരു ബാലറ്റും ആരും തിരുത്തിയിട്ടില്ല. ഞാനതിലൊന്നും പങ്കെടുത്തിട്ടേ. ഞാൻ ഇന്നവരെ കള്ളവോട്ട് ചെയ്തിട്ടുമില്ല. ഞാൻ 20 വർഷം MLA ആയി ഒരിക്കൽ പോലും കള്ളവോട്ട് ചെയ്യാൻ ഞാൻ ആർക്കും പൈസ കൊടുത്തിട്ടില്ല. വിവരങ്ങളുമായി ദേവൻ MP ഉണ്ട്. ദേവൻ, പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്താലും കുഴപ്പമില്ല, കൊലപാതക കുറ്റമൊന്നും അല്ലല്ലോ ചെയ്തത് എന്നായിരുന്നു സുധാകരന്റെ പരാമർശം. ഇപ്പോൾ എല്ലാ പരാമർശത്തിൽ നിന്നും മലക്കം മറിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് നിലവിൽ അദ്ദേഹം പറയുന്നത്? അക്ഷരാർത്ഥത്തിൽ നിയമ നടപടികളിലേക്ക് ഇന്നലെ വെളിപ്പെടുത്തിയ അല്ലെങ്കിൽ തുറന്നു പറച്ചിൽ നടത്തിയ കാര്യങ്ങളിൽ ഒരു നിയമ നടപടികളിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് സുധാകരൻ ഇപ്പോൾ പറഞ്ഞതിൽ നിന്നും പൂർണ്ണമായും മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. CPIയുടെ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ വേദിയിൽ വെച്ചുകൊണ്ടായിരുന്നു പ്രസംഗത്തിന്റെ ഒടുവിലേക്ക് കടക്കുമ്പോഴായിരുന്നു സുധാകരൻ ഇത്തരത്തിലൊരു മലക്കം മറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഇന്നലെ പ്രസംഗിച്ചതുപോലെ ബാലറ്റ് പേപ്പർ തുറന്നു നോക്കിയിട്ടില്ല, തിരുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. താൻ കള്ളവോട്ട് ചെയ്തിട്ടില്ല, ചെയ്യിപ്പിച്ചിട്ടുമില്ല എന്നതാണ് സുധാകരൻ പറയുന്നത്. ഇത് ഇന്നലെ പ്രസംഗിച്ചപ്പോൾ അല്പം ഭാവന കലർത്തി പറഞ്ഞതാണെന്നും പ്രവർത്തകർക്ക് ഒരു ജാഗ്രത അല്ലെങ്കിൽ പ്രവർത്തകർക്ക് ഒരു ഭീഷണിയായി പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതിനുവേണ്ടി മാത്രമാണ് താൻ ഇന്നലെ ഇത്തരത്തിൽ ആ ഒരു പ്രസംഗം നടത്തിയതെന്നുമാണ് സുധാകരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഇന്ന് ചോദ്യം ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥരോടും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വോട്ട് ചെയ്യാത്ത യൂണിയൻകാരെ ചെറുതായിട്ട് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരാമർശം താൻ നടത്തിയത് എന്നാണ് സുധാകരൻ പറയുന്നത്. മാത്രമല്ല, തപാൽ വോട്ടിന് ഈ പറയത്തക്ക രീതിയിലുള്ള വലിയ രഹസ്യ സ്വഭാവമൊന്നും ഇല്ലെന്നുമാണ് സുധാകരൻ ഇപ്പോൾ ഈ പ്രസംഗത്തിനൊടുവിൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും ഇന്നലെ ഈ പ്രസംഗത്തിന് ശേഷം ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ വാർത്ത വരികയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമ നടപടികളിലേക്ക് കടക്കുമ്പോഴും എല്ലാം തന്നെയും സുധാകരൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന പ്രസ്താവനയിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് സുധാകരൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസും നടപടികളിലേക്ക് കടക്കുന്നതിനിടെയാണ് നിലപാട് മാറ്റം.